നിങ്ങൾ തിരുവനന്തപുരത്ത് ഒരു ലക്ഷറി അപ്പാർട്ട്മെന്റ് നോക്കുന്ന വ്യക്തിയാണെങ്കിൽ അവസാനം എത്തിച്ചേരുന്നത് ഈ പ്രോജക്റ്റിലായിരിക്കും, ശോഭ വിസ്പറിംഗ് ഹിൽസ്. ശങ്കർ, എന്തായിരിക്കും ഈ ഒരു പ്രോജക്റ്റിന്റെ പ്രത്യേകത? സാറിന്റെ ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ട്. കാരണം അതിന്റെ ഏറ്റവും വലിയൊരു ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ ശോഭ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഒരു സിഗ്നേച്ചർ പ്രോഡക്റ്റ് ആണ് സാർ ഈ കാണുന്ന വിസ്പറിംഗ് ഹിൽസ്. അതിൽ നമുക്ക് 3 ടവേഴ്സ് വരുന്ന ശോഭയുടെ ഒരു അൾട്രാ പ്രീമിയം പ്രോജക്റ്റ് ആണ്. അപ്പോൾ അതിന്റെ ഉത്തരം ആ ചോദ്യത്തിൽ തന്നെയുണ്ട്. ശോഭ എന്ന് പറയുന്ന ബ്രാൻഡ് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. ഇത് ടോട്ടൽ എത്ര ഏക്കർ വരുന്ന പ്രോജക്റ്റ്? ടോട്ടൽ നമുക്ക് 7 ഏക്കറിലാണ് ഈ പ്രോജക്റ്റ് മൊത്തം വരുന്നത്. അതിൽ 3 ടവേഴ്സ് ആയിട്ടാണ് വരുന്നത്. അതിൽ ഓരോ ടവറും നമ്മൾ ചെയ്തിരിക്കുന്ന അതിൻ്റെതായ ഓപ്പൺ സ്പേസസും എല്ലാം കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. അത് ട്രിവാൻഡ്രത്ത് വൺ ഓഫ് ഇറ്റ്സ് കൈൻഡ് ആയിരിക്കും എന്നുള്ളതും ഡൗട്ടൊന്നും. ഇതിന്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ചോദ്യം, കാരണം എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇനി എത്ര എണ്ണം കാണും ഇതിനകത്ത് വിൽക്കാനായിട്ട്? ഇനി വളരെ കുറവാണ്. നമുക്ക് ഇനി ഒരു 3rd ടവർ ലോഞ്ച് നമ്മൾ ഉടനെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അത് ന്യൂ ലോഞ്ച് ആയിട്ട് ഉടനെ ഒരു ഈ വർഷം പകുതിക്ക് മേൽ അപ്പുറത്തേക്കായിരിക്കും വരിക. ഇപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് ഓൾമോസ്റ്റ് എല്ലാം കൂടെ ചേർത്താൽ 2 ടവറും കൂടെ കമ്പൈൻ ചെയ്താൽ കൂടി 30 ഓഡ് യൂണിറ്റ്സിനകത്ത് യൂണിറ്റ് ഇനി അവൈലബിൾ ആയിട്ട്. അതെ. അപ്പൊ പെട്ടെന്ന് വന്നാൽ തിരുവനന്തപുരത്ത് വിസ്പറിംഗ് ഹിൽസിൽ താമസിക്കാനുള്ള അവസരമുണ്ട്. അത് ശോഭയാണ്. പിന്നെ ഇതിന്റെ ഒരു ലൊക്കേഷൻ പറയുമ്പോൾ നമ്മൾ എങ്ങനെ? ലൊക്കേഷൻ നമ്മൾ പറയുമ്പോൾ ഇത് ആക്കുളമാണ് എക്സാക്ട് ലൊക്കേഷൻ വരുന്നത്. നമ്മൾ ലുലു മോൾ, ട്രിവാൻഡ്രം ലുലു മോളിൽ ഒരു 5 മിനിറ്റ്സ് ഡ്രൈവേ ഉള്ളൂ. അതേപോലെ നമുക്ക് NH-ലോട്ടും MC-ലോട്ടും എല്ലാം ആക്സസ് കിട്ടുന്ന ഒരു സെൻട്രൽ പോയിന്റിലാണ് നമ്മുടെ ഈ പ്രോജക്റ്റ് നിൽക്കുന്നത്. നമ്മുടെ ഈ നമ്മുടെ ഇൻഫോ പാർക്ക് ടെക്നോ പാർക്ക് പ്രോസസ്, പിന്നെ നമുക്ക് അതേപോലെ തന്നെ ടെക്നോ പാർക്ക് ഫേസ് 3, ഇതിനകത്തെല്ലാം നമുക്ക് ഒരു 5 to 7 മിനിറ്റ്സ് ഡ്രൈവേ വരും. അത്രയും വരും. അപ്പൊ ഒരു സെന്റർ പോയിന്റ് തന്നെയാണ്. അതെ, ഡെഫിനറ്റ്ലി. അതായത് ഇപ്പോൾ ഒരു ന്യൂ ട്രിവാൻഡ്രം എന്നറിയപ്പെടുന്ന ബൈപ്പാസ് ഏരിയയിൽ നിന്ന് നമുക്ക് മെയിൻ ബൈപ്പാസ് ഒരു 5 മിനിറ്റ്സ് ഡ്രൈവ് പോലും ഇല്ല നമ്മുടെ ഈ പ്രോജക്റ്റിലെത്താണ്. അപ്പൊ ഇതിന്റെ ഒരു എപ്പോഴായിരിക്കും ഇതിന്റെ ഒരു പൊസിഷൻ ഒക്കെ പ്ലാൻ ചെയ്ത്? ഫസ്റ്റ് ടവർ 2027 കഴിയും. സെക്കൻഡ് ടവർ നമുക്ക് 2029 കഴിയും. പിന്നെ ശോഭന പറയേണ്ട ആവശ്യമില്ല, അമിനിറ്റീസും എല്ലാം. ഇപ്പൊ ഈ നമ്മളിപ്പോ നിൽക്കുന്ന സ്ഥലം ആക്ച്വലി നമ്മൾ ഈ ഫ്രണ്ടിൽ വരുന്ന ഈ സൈഡിൽ നമുക്കൊരു 14,000 സ്ക്വയർ ഫീറ്റിന്റെ ഒരു ക്ലബ് ഹൗസ് വരുന്ന ഏരിയ. ഇവിടെ തന്നെ നമുക്ക് സ്വിമ്മിംഗ് പൂൾ, ഇൻഡോർ ബാഡ്മിന്റൺ കോർട്ട്, ജിം എല്ലാം ഇവിടെ തന്നെ. ഇത് കോമൺലി യൂസ് ചെയ്യാൻ പറ്റുന്ന അമ്യൂണിറ്റീസ് ആണ്. അതുകൂടാതെ ഓരോ സിംഗിൾ ടവേഴ്സിലും അതിൻ്റെതായിട്ടുള്ള അമ്യൂണിറ്റീസ് ഉണ്ട്. നമ്മൾ സെക്കൻഡ് ടവറിലാണ് നമ്മൾ ഒരു ആർട്ടിഫിഷ്യൽ ലേക്ക് വരുന്നുണ്ട്, വാട്ടർഫാൾസ് വരുന്നുണ്ട്. അതിൽ നമുക്ക് 2 ഏക്കർ 43 സെന്റിലാണ് സെക്കൻഡ് ടവർ നിൽക്കുന്നത്. അതിൽ 50 സെന്റ്സിൽ മാത്രമാണ് നമ്മുടെ ബിൽഡിംഗ് വരുന്നത്. ബാക്കി വരുന്ന 1.5 ഏക്കേഴ്സോളം നമുക്ക് ഓപ്പൺ സ്പേസസും അതിൻ്റെ അകത്ത് നമുക്ക് അമ്യൂണിറ്റീസും എല്ലാം കമ്പൈൻ ചെയ്തിട്ട് വരും. അപ്പൊ തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു പ്രോജക്ട് വേറെ ഇല്ല. ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന കാര്യം. ഓക്കെ, അപ്പോൾ താങ്ക് യു ശങ്കർ. താങ്ക് യു സോ മച്ച്. നല്ല ഇന്റർനാഷണൽ ലെവലായിട്ടുള്ള ഒരു ബിൽഡർ, അത് തിരുവനന്തപുരത്ത് ഈ ഒരു ലൊക്കേഷനിൽ ലക്ഷറി ആയിട്ടുള്ള ഈ ഒരു അപ്പാർട്ട്മെന്റ് സ്വന്തമാക്കാനുള്ള അവസാന അവസരമാണ് ഇപ്പോൾ ഉള്ളത്. ഇനി വളരെ കുറച്ച് യൂണിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനും സൈറ്റ് വിസിറ്റിനും വേണ്ടി ഞങ്ങൾ ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടും.